കരങ്ങളും ഉയർത്തി എല്ലാവരും We welcome everyone to join us. And we really appreciate everyone who is partnering with this ministry from all over the globe. Jesus has great things in store for you. Only trust and believe in Jesus. You are born to be successful. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി യേശുവേ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അറിയിക്കുമ്പോൾ യേശുവിന് താങ്കൾക്കായി വലിയ കരുതലുകളുണ്ട്. താങ്കൾ ജനിച്ചിരിക്കുന്നത് വിജയിയാകുവാനാണ്. ഈ പ്രഭാതത്തിൽ രണ്ട് കരങ്ങളും ഉയർത്തി ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ചേർന്ന് ഒന്നിച്ചു പാടിയാട്ടെ. ദൈവത്തിന്റെ മഹത്വം നാം ആയിരിക്കുന്നിടങ്ങളിൽ നിറയേണ്ടതിനായി നമ്മുടെ ഭവനങ്ങളിൽ, നാം ആയിരിക്കുന്ന ദേശത്ത്, നാം ആയിരിക്കുന്ന രാജ്യത്തിൽ യേശുവിന്റെ മഹത്വം നിറയേണ്ടതിനായി ഈ പ്രഭാതത്തിൽ നമ്മൾ ഒന്നിച്ച് ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങേക്ക് ഞങ്ങളോട് സംസാരിപ്പാനുള്ളത് അതേ കർത്താവ്, നിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ആ കരങ്ങൾ മാർബോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട് കർത്താവ്, നിന്റെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണം. ഈ പ്രഭാതത്തിന് ദൈവത്തിന്റെ വലിയ തേജസ് നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരേണ്ടതിനാണ്. കർത്താവിന് എന്ത് നമ്മളോട് സംസാരിക്കണമെന്ന് കേൾക്കണേ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവവചനത്തിന് വേണ്ടി നമുക്കൊന്നിച്ചൊരുങ്ങാം. ഹല്ലേലൂയ. സ്ഥാനങ്ങളിൽ വചനം ബൈബിൾ എടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകല് ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിപ്പാനായി കർത്തൃദാസൻ പാസ്റ്റർ ദീപു നമ്മളോടൊപ്പമുണ്ട്. നമുക്കൊന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൽ നിന്നും വലിയൊരു ദൈവം നമ്മളോട് എന്ത് സംസാരിക്കുന്നു കേൾപ്പോൾ ഒന്നിച്ച് നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ദൈവവചനത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വൃത്തിനെ ഞങ്ങളുടെ നടുവിൽ അയച്ചിരിക്കാൻ സ്തോത്രം. അദ്ദേഹത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചാണ്. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പാസ്റ്റർ ദീപു, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ പ്രാർത്ഥന കേരളത്തിലെ ജീവിതങ്ങൾ രാവിലെ മുതൽ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ ശ്രേഷ്ഠമായ ദൈവത്തിന്റെ വചനം ദൈവം താങ്കളെ ഏൽപ്പിച്ചുകൊണ്ട് അത് പറഞ്ഞാട്ടെ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതവും കൂടി ദൈവം നമുക്ക് ദാനമായി തന്നു. പാസ്റ്റർ, നമ്മുടെ ഈ മാസത്തെ നമ്മുടെ പ്രേയിങ് കേരളയുടെ തീം എന്താണ്? ഡിവൈൻ ക്ലാരിറ്റി. വ്യക്തമായ നിയോഗത്തോടെ ദൈവം നമ്മളെ മുൻപോട്ട് നയിക്കുമെന്നുള്ളതാണ് ദൈവം നമ്മളെ ഈ മാസം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. യേശു നൽകുന്ന വ്യക്തത അല്ലെ? കഴിഞ്ഞ മാസം നമ്മുടെ പ്രേയിങ് കേരളയുടെ തീം എന്ന് പറയുന്ന ഓപ്പൺ ഡോർ ആയിരുന്നു, തുറന്ന വാതിൽ. നമ്മുടെ ഈ പ്രേയിങ് കേരളയിലേക്ക് വരുന്ന ഓരോ വിഷയങ്ങളിലും ദൈവം അനേകരുടെ മുമ്പിൽ തുറന്ന വാതിലുകളെ തുറക്കുന്നത് നമുക്ക് കാണുവാനായി സാധിച്ചു. അങ്ങനെയെങ്കിൽ ഈ മാസം നമ്മൾ കാണുവാൻ പോകുന്നത് ഓരോ ജീവിതങ്ങളുടെയും ഓരോ കുടുംബങ്ങളുടെയും നടുവിൽ ദൈവം യേശു നൽകുന്ന വ്യക്തതയെ കുറിച്ച് ഞാൻ അതിനോട് ബന്ധപ്പെട്ട ഒരു ഭാഗം എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായം അതിന്റെ 2, 3,
4 വാക്യങ്ങളാണ്. ഞാനൊന്ന് വായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 2, 3, 4. ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിക്കാം. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. നമ്മളിവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശു കഷ്ടം അനുഭവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ശേഷം 40 നാളോളം ഈ ഭൂമിയിലായിരുന്നു. എന്തിനു വേണ്ടി? തന്റെ ശിഷ്യന്മാർ അവരെ ഉറപ്പിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതിരിക്കുവാൻ, എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത കൊടുക്കുവാൻ യേശു തന്റെ ശിഷ്യന്മാരോട് കൂടെ ആയിരുന്നു. ഹല്ലേലൂയ. അവിടെ യേശു തന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ ഒന്ന് വെളിപ്പെടുത്തി, താൻ ജീവനോടെ ഇരിക്കുന്ന ദൈവമാണ്. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾക്കുന്ന കുടുംബം, നിങ്ങളൊരു രോഗത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളൊരു തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളൊരു പീഡനത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ മരണം മാത്രമേ നിങ്ങളുടെ മുൻപിലുള്ളൂ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, യേശു ഇന്ന് വെളിപ്പെടുത്തുവാൻ പോകയാ, ഇന്നും അവൻ ജീവിക്കുന്ന ദൈവമാണെന്ന്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ പാസ്റ്റർ സിനു? അപ്പൊ ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന അവരുടെ ജീവിതത്തിലൂടെ യേശു വെളിപ്പെടുത്താൻ പോകുക, യേശു ഇന്ന് ജീവിക്കുന്നുവെന്ന്. ആരെങ്കിലും ഇന്ന് സംശയത്തോടാണ് ആയിരിക്കുന്നതെങ്കിൽ, ഇന്ന് ആ രോഗത്തെ യേശു എടുത്തു മാറ്റാൻ പോകുകയാ, ആ തകർച്ചയെ എടുത്തു മാറ്റാൻ പോകുകയാ. ഇതെന്റെ കുടുംബത്തിൽ സംഭവിക്കുമോ? ഈ രോഗം മാറുമോ? ഈ തകർച്ച മാറുമോ? ഈ നിരാശ മാറുമോ? ഈ ദുഃഖം മാറുമോ? എന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമോ? അനേക ചോദ്യങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ, ആരെന്നെ വിടുവിക്കുമെന്ന് ഹൃദയത്തിനകത്ത് സംശയിച്ചു നിൽക്കുമ്പോൾ, യേശു ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഇന്നും അവൻ ജീവിക്കുന്ന ദൈവമാണെന്ന് ലോകത്തിനു മുമ്പിൽ ഇന്ന് പ്രഭാതത്തിലും വെളിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ചേസിനു പസസിനു, നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. തോമസ് ചോദിച്ച ഒരു കാര്യമുണ്ട്, അവൻ ജീവിക്കുന്ന ദൈവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് അവനെ തൊട്ടു നോക്കണം. സംശയിച്ചു നിൽക്കുകയാണ്. ആ സംശയിച്ചു നിന്ന തോമസിന്റെ അടുക്കലേക്ക് യേശു ഇറങ്ങി വന്നിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ എന്നെ തൊട്ടു നോക്കുക. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളൊരു സംശയത്തിന് നിഴലിലാണോ നിൽക്കുന്നത്? എങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിനോട് ഒന്ന് പറയാമോ, കർത്താവേ, നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഇന്ന് പകൽ എന്റെ അടുക്കലേക്ക് ഒന്ന് ഇറങ്ങി വരണമേ. വിശ്വാസത്തോടെ നീ എന്ന് പറഞ്ഞാൽ, ഇന്ന് ആ കിടക്കയിൽ യേശു ഇറങ്ങി വരികയാ. നിന്റെ രോഗത്തെ ഇന്ന് അവൻ ശാസിച്ച് മാറ്റുവാൻ പോകുകയാ. ആ തകർച്ച യേശു മാറ്റുവാൻ പോകുകയാ. ആ രോഗം യേശു മാറ്റുവാൻ പോകുകയാ. ഇന്ന് അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ തൊട്ടു നോക്കുകയും. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തില് നമ്മളൊരു ഭാഗം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 24-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവരോട് കൂടെയുള്ള മറ്റു സ്ത്രീകളും അത് അപ്പോസ്തലന്മാരോട് പറഞ്ഞു. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി. 24-ാം അധ്യായത്തിന്റെ 1 മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശു തന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ വെളിപ്പെട്ടപ്പോൾ അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതൊരു കഥ പോലെ അവർക്ക് തോന്നിയപ്പോൾ ആ അധ്യായത്തിന്റെ അടുത്ത വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയാതെ നിന്ന, സംശയിച്ചു നിന്ന ആ ശിഷ്യന്മാരോട് കൂടെ യേശു നടക്കുകയാ. ഹല്ലേലൂയ. ആ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശു അവരുടെ കൂടെ നടന്ന് താൻ ആരാണെന്ന് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി. കരഞ്ഞുകൊണ്ട് നിന്ന മറിയയുടെ സംശയം മാറി, സംശയിച്ചു നിന്ന തോമസിന്റെ സംശയം മാറി, നിരാശപ്പെട്ടിരുന്ന പത്രോസിന്റെ പ്രയാസങ്ങൾ മാറി. ഇവരുടെ എല്ലാ ജീവിതത്തിൽ യേശു ഇറങ്ങി വന്നിട്ട് നമ്മൾ പ്രാരംഭത്തിൽ വായിച്ച വാക്യം പോലെ ഇന്നും താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവരുടെ മുമ്പിൽ അവൻ വെളിപ്പെടുത്തിയെങ്കിൽ, ഇന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതമേ, യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അത് നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുത്തുവാൻ
കർത്താവ് ഇന്ന് പകൽ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം എന്തു തന്നെയാകട്ടെ, ഒരു വേള ഒരു രോഗമായിരിക്കാം, അല്ല സാമ്പത്തിക പ്രയാസമായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനമില്ലാത്ത അനുഭവമായിരിക്കാം. എന്തു തന്നെ ആയിരുന്നാലും ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, ഇന്ന് യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം കർത്താവിനോടൊന്ന് പറയാമോ, യേശുവേ, നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഇന്ന് എന്റെ കുടുംബത്തിന്റെ അനുഭവം മാറ്റണം, എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ മാറണം. മരണം മാത്രമേ എന്റെ മുൻപിലുള്ളൂ. ആത്മഹത്യക്കായിരിക്കാൻ നീ ഒരു വേള തയ്യാറായി നിൽക്കുന്നത്. എന്നാൽ ഇന്നു പകൽ യേശുവിനോടൊന്ന് പറയാമോ, കർത്താവേ, അവിടുന്ന് എന്നെ ഒന്ന് സ്പർശിക്കണമേ, എന്റെ കുടുംബത്തിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ. ഈ തകർച്ചയെ നീ മാറ്റണമേ, ഈ വേദനയെ നീ മാറ്റണമേ, ഈ രോഗത്തെ നീ മാറ്റണമേ. അതേ പ്രിയ സഹോദരി, അതേ പ്രിയ സഹോദര, അതേ പ്രിയ മാതാവേ, പ്രിയ കുഞ്ഞെ, ഇന്ന് നിന്റെ ജീവിതത്തിൽ ദൈവം ഇറങ്ങുവാൻ പോകുകയാണ്. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട് ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് ഇപ്പോൾ ഇറങ്ങുവാൻ പോകുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് അവൻ അനേക ദൃഷ്ടാന്തങ്ങളാൽ തെളിയിച്ചു എങ്കിൽ നിന്റെ കുടുംബത്തിൽ ഇന്ന് ദൈവം അത് തെളിയിക്കാൻ പോകുകയാണ്. ഒരുമിച്ച് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിന്റെ പുത്രന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാ. ആ മാതാവിന്റെ വേദന, ആ കുഞ്ഞിന്റെ വേദന, ആ കുടുംബത്തിന്റെ വേദന, ആ സഹോദരന്റെ സഹോദരിയുടെ വേദന, കർത്താവേ, അവരുടെ വേദന കാണുവാൻ ആരുമില്ല, അവരെ സഹായിപ്പാൻ ആരുമില്ല. അവർ ഇപ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീര് നീ കാണണമേ. ആ നിലവിളി അവിടുന്ന് ഒന്ന് കേൾക്കണമേ. യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ആ കുടുംബത്തിന് അവിടുന്ന് വെളിപ്പെടുത്തേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അടുത്ത നിമിഷങ്ങളിൽ ആ സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കും. യേശു രോഗങ്ങളെ സൗഖ്യമാക്കിയെന്ന്, യേശു അനേകരെ വിടുവിച്ചു എന്ന് അത്ഭുത സാക്ഷ്യം കേൾക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആ മെസ്സേജ് പാസ്റ്റർ ദീപു സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രേയിങ് കേരളയുടെ സ്റ്റുഡിയോയിലെ പ്രിന്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വന്ന ഒരു പ്രയർ റിക്വസ്റ്റ്, അതിൻ്റെ അവസാനം എഴുതിയിരിക്കുന്ന ഇങ്ങനെ: Why God forsake me? Why God has not revealed himself to me? Why did I cannot see him? Why not I heard his voice? Why not he liked me? Why not he restored me? God never gave me a good life. My husband always make fight to me, always paining to me. God never changes his character. My visa problem is bad. I'm standing for Jesus, but he never helps me. I really missed my kids. ഇതൊരു കൊച്ചുമോട് അനുഭവമാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് കത്ത് വന്നിരിക്കുന്നു. വീട് കെട്ടാനായിട്ട് എനിക്ക് സ്വന്തമായി വീട് ഇല്ല. വീട് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ പ്രേയിങ് കേരളയിൽ വിളിച്ച് പറഞ്ഞിരുന്നു, പ്രാർത്ഥിച്ചു. ബേസ്മെന്റ് കെട്ടി മുന്നോട്ട് കെട്ടുവാനായിട്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട്. വീട് പൂർത്തീകരിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹൺഡ്രഡ്സ് ഓഫ് ലെറ്റേഴ്സ്, ഇമെയിൽസ്. അറിയാവുന്ന ഭാഷയിൽ ആ വിവരങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. നമ്മുടെ തിങ്ങുന്ന വേദനകളെ അറിയുന്നൊരു യേശു. ഈ യേശു നമ്മളോട് ഇന്ന് രാവിലെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ദീപുവിനോട് സംസാരിച്ചതുപോലെ അപ്പോസ്തലർ പ്രവൃത്തി 1-ാം അധ്യായം ഇന്ന് വീണ്ടും എടുത്തത് വായിക്കണം. യേശു നമ്മുടെ ജീവിതത്തിൽ താൻ ആരെന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. Jesus wants to reveal himself through our lives. പ്രിയമുള്ളവരെ, ഈ ആൾട്ടറിൽ വന്നിരിക്കുന്ന പതിനായിരക്കണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഞങ്ങൾക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ: യേശു ആരെന്ന് ജീവിതങ്ങളിൽ വെളിപ്പെടുത്തുന്നു. ഗൾഫിൽ നിന്നും അയച്ച ഒരു പാഴ്സല് ലഭിക്കേണ്ട സമയത്ത് ലഭിക്കാതെ വന്നപ്പോൾ
പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് വിളിച്ചു പറഞ്ഞിരുന്നു. ഇത് മിസ് നളിനിയാണ് ട്രിവാൻഡ്രത്തെ നമ്മെ അറിയിക്കുന്നത്. പ്രാർത്ഥിച്ചതിന്റെ പിറ്റേ ദിവസം ആ പാക്കറ്റ് കരകളിൽ ലഭിച്ചു. മകളും ഭർത്താവും പിരിഞ്ഞു നിൽക്കുകയായിരുന്നു. പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. യേശുവിന്റെ കുടുംബജീവിതത്തെ സൗഖ്യമാക്കി അവർ ഒന്നിച്ച് ജീവിക്കുന്നു. മരുമകനും എൻ്റെ ഭർത്താവും വിശ്വാസത്തിൽ വരണം. എന്തുമാത്രം കുടുംബങ്ങളെ യേശു വിടുവിക്കുന്നത്, വ്യക്തികളെ യേശു സൗഖ്യമാക്കുന്നത്, ആത്മഹത്യയിൽ നിന്ന് യേശു ജീവിതങ്ങളെ വിടുവിക്കുന്നത് ഞങ്ങൾ കാണുന്നു. മകൾക്ക് ജോലി ലഭിക്കേണ്ടതിന് പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. യേശു അത്ഭുതം പ്രവർത്തിച്ചു. മേരി 10/9/13 വന്ന ഒരു വിടുതലിന്റെ സാക്ഷ്യമായത്. നേരത്തെ വന്നതല്ല ഞാൻ എടുത്ത് വായിക്കുന്നത്. നൂറുകണക്കിന് വിടുതലുകളുടെ സാക്ഷ്യങ്ങൾ. ഈ യേശു നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് യെസ് ലോർഡ്, ഒന്നൂടെ പോലെ മറ്റാരുമില്ല, അങ്ങേ പോലെ മറ്റാരുമില്ല, അങ്ങേ പോലെ മറ്റാരുമില്ല. ഈ നല്ല സ്നേഹിതൻ രോഗം അവിടെ ഇപ്പോഴും ഉണ്ട്. എങ്കിലും ചേർന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് പാടിക്ക് സന്തോഷത്തോടെ. കർത്താവേ, നിന്റെ ജനം നിന്നെ ആരാധിക്കുമ്പോൾ അവിടുന്ന് മഹത്വമായി അവിടെ ഇറങ്ങി വരും. അവിടുന്ന് വെളിപ്പെടുത്തുന്ന, അവിടുന്ന് പകരുന്ന മഹത്വം തേജസ് നിമിത്തം അങ്ങയുടെ വർദ്ധിച്ച സാന്നിധ്യത്തിന് മുന്നിൽ സകല ദുഃഖങ്ങളും ഉടയും. കർത്താവേ, ഈ പ്രിയ ജീവിതങ്ങൾ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിലായിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ തേജസ് ഇപ്പോൾ അവിടെ ഇറങ്ങണം. അവിടുത്തെ തേജസ് ഇറങ്ങണം. അവിടുത്തെ തേജസ് ഇവരിലേക്ക് ഇറങ്ങണം. അവർ ഇനി കരയരുത്. കർത്താവേ യേശുവേ, അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്ന അവിടുന്ന് ഞങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന കർത്താവാണ്. പുരുഷാരത്തെ കണ്ട് അവിടുന്ന് മനസ്സലിഞ്ഞ കർത്താവാണ്. എന്നോട് അവിടുന്ന് കരുണ കാട്ടിയ ദൈവമാണ്. ഞാൻ ആയിരിക്കുന്നത് അങ്ങയുടെ ദയ കൊണ്ട് മാത്രമാണ്. ഈ കഷ്ടപ്പെടുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി യേശുവേ, മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം പിതാവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജീവിതങ്ങളോട് കരുണയുണ്ടാകണം. തീർന്നു പോകാത്ത അങ്ങയുടെ ദയ ഈ വിലപ്പെട്ട ജീവിതങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഇപ്പോൾ വെളിപ്പെടുത്തണം. ഈ സഹോദരി കൊച്ചുമോളെ പോലെ എന്തുകൊണ്ട് ദൈവം എന്നെ മറന്നു എന്ന് ചോദിക്കുന്ന ജനലക്ഷങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാടുമുണ്ട്. ഈ പകൽ അവിടുന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രൈം കേരളയിൽ ഉടയുന്ന പ്രിയപ്പെട്ടവരുണ്ട്, വാത്സല്യ സഹോദരിമാരുണ്ട്, വാത്സല്യ സഹോദരന്മാരുണ്ട്, യുവാക്കന്മാരുണ്ട്, യുവതികളുണ്ട്, ഭാവി എന്തെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും ദുസ്വഭാവങ്ങൾക്കും അടിമയായി അതിൽ നിന്ന് വിമോചനം അനുഭവിക്കുവാൻ ബന്ധപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. കർത്താവേ, കുടുംബജീവിതത്തിൽ മുൻപോട്ട് പോകാൻ കഴിയാത്ത ക്ലേശങ്ങളിലൂടെ പോകുന്നവരുണ്ട്. ജോലിയിൽ, വരുമാനത്തിൽ, ബിസിനസ്സിൽ കടഭാരങ്ങൾ നേരിടുന്നവരുണ്ട്. പിരിച്ചുവിടൽ നേരിടുന്നവരുണ്ട്.
തള്ളപ്പെട്ട അനുഭവങ്ങൾ നേരിടുന്നുണ്ട്. കൂട്ടുപ്രവർത്തകരുടെ ഉപദ്രവങ്ങളിലൂടെ പോകുന്നവരുണ്ട്. വസ്തു സംബന്ധമായ വിഷയങ്ങൾ നീറുന്നവരുണ്ട്. ഉണ്ടായ അപകടത്തിൽ കഷ്ടപ്പെടുന്നവരുണ്ട്. തളർന്നു പോയവരുണ്ട്. കർത്താവേ, ക്യാൻസറിന്റെ മുമ്പിൽ വിലപിക്കുന്നവരുണ്ട്. ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഏത് പരാജയപ്പെട്ട സാഹചര്യത്തിലും അവിടുന്ന് ആരെന്ന് ഇറങ്ങി വന്ന് വെളിപ്പെടുത്തുന്ന കർത്താവാകിയാണ് യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ജീവിതങ്ങൾക്ക് വേണ്ടി അവിടുത്തെ കരം നീട്ടും. സൗഖ്യമാകട്ടെ, വിമോചനമുണ്ടാകട്ടെ, ഉദ്ധാരണവും സൗഖ്യവും യേശുവിൻ നാമത്തിൽ അവരിൽ ഉണ്ടാകട്ടെ. അവിടുന്ന് പ്രവർത്തിച്ച നന്മ ഞങ്ങൾ കാണട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൽ നമുക്ക് ശുഭമായ ഭാവികൾ. വിഷമിച്ചിരിക്കാതെ ആ രണ്ട് കരങ്ങളും ഉയർത്തി ഞങ്ങളോടൊപ്പം ചേർന്ന് ആരാധന. തിരുവല്ലയിൽ നിന്ന് രാജൻ വിളിച്ചിരിക്കുന്നു. കണ്ണിന് പ്രയാസം, 12-ാം തീയതി ചെക്കപ്പിനായി കടന്നു പോകുന്നു. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയപിതാവേ, രാജനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ജീവിതത്തിന്മേൽ കർത്താവിന്റെ ദൈവിക സൗഖ്യത്തെ കർത്താവ് നീ നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ചെക്കപ്പിന് പോകുമ്പോൾ മറ്റു പ്രയാസങ്ങളൊന്നുമില്ല എന്ന് കർത്താവ് ആ ചെക്കപ്പിൽ അറിയുവാൻ കൊണ്ട് ഇടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ലഭിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ. സുശീല ഇതിതാനത്തൊന്ന് വിളിച്ചിരിക്കുന്നു. മകളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രശ്നത്തിന് പരിഹാരകനായ യേശുവിൻ നാമത്തിൽ തന്റെ മകളുടെ എല്ലാ ഭാരങ്ങളും ആ കുടുംബം വിട്ട് പുറത്തു പോകട്ടെ. അന്യോന്യ ക്ഷേമത്തോട് കർത്താവെ ജീവിപ്പാൻ അവർ ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ, ആമേൻ. മലയിലും കീഴിൽ നിന്ന് മോഹനൻ വിളിച്ചിരിക്കുന്നു. മകൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്നു. എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി കർത്താവിന്റെ ദൈവിക നിയന്ത്രണത്തിൽ ആ മകനായിരിക്കാൻ ഇടയാട്ടെ. കർത്താവെ, ആ പഠിച്ചതിലെല്ലാം നല്ല വിജയങ്ങൾ നേടിയെടുക്കുവാൻ, കർത്താവെ ദൈവവചനത്തിൽ ഉറയ്ക്കുവാൻ ആ മകനെ നീ കർത്താവെ ഇടയാക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്നു. ആ ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്ന കുടുംബജീവിതം ധന്യമായി തീരേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. ആമേൻ. വസന്ത കോഴിക്കോട് വിളിച്ചിരിക്കുന്നു. മകൻ രാജീവ് ഷിപ്പിൽ ജോലിക്കുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ ലഭിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ തടസ്സമായി നിൽക്കുന്ന ആ സാഹചര്യത്തെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തുറന്നു വരിക എന്ന് കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പൈതലിന് തക്ക സമയത്ത് ഓർഡർ ലഭിക്കട്ടെ. അവൻ ജോലിയിൽ പ്രവേശിപ്പാൻ ഇടയാക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. ആമേൻ. മാവേലിക്കരയിൽ നിന്ന് ഗ്രേസ് വിളിച്ചിരിക്കുന്നു. കണ്ണൻ ഗൾഫിലെ ജോലി ലഭിക്കണം. അജി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുന്നു. എല്ലാ വിഷയങ്ങളും കിട്ടിയിട്ടില്ല, അത് ലഭിക്കേണ്ടതിനെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് വീണിട്ട് 3 വർഷമായി തളർന്നു കിടക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഈ ജീവിതങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ണനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ മകന് നല്ലൊരു ജോലി നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അതുപോലെ അജിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മകൻ കർത്താവ് പരാജയപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിലെല്ലാം പൂർണ്ണ വിജയം നേടിയെടുക്കും. ആ മകനെ നീ ഒരുക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഹല്ലേലൂയ. തളർന്നു കിടക്കുന്ന ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ കർത്താവെ പുനരുത്ഥാനത്തിന്റെ ശക്തി ആ ജീവിതത്തിന് മേൽ പകരുമാറണമേ. തളർന്നു കിടക്കുന്ന കോശങ്ങളെ കർത്താവെ, ജീവനില്ലാത്ത കോശങ്ങളെ നീ ജീവിപ്പിക്കുന്ന ദൈവമാകിയ സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണമായ ദൈവിക വിടുതൽ അവിടെ ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. വിളിച്ചിരിക്കുന്നു. അലർജി, ശ്വാസമുട്ടൽ, യേശുവിന്റെ നാമത്തിൽ എന്റെ മകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അലർജി സംബന്ധമായ കർത്താവെ ശരീരത്തിൽ ഉണ്ടാകുന്ന സകല അസ്വസ്ഥതകളും ശരീരാത്മദേഹി വിട്ട് പുറത്തു പോകട്ടെ. പൂർണ്ണ ആരോഗ്യവതിയായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. കടപ്പനക്കുന്ന് രവി വിളിച്ചിരിക്കുന്നത് MBBS ഫൈനൽ എക്സാം പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ദൈവവചനങ്ങൾ കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു ഫൈനൽ എക്സാമിന് വേണ്ടി ഒരുങ്ങപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. യേശുവിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ വഴി നടത്തുവാൻ അവൻ വിശ്വസ്തനായ ദൈവം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നല്ലൊരു വിജയം കർത്താവ് നിങ്ങൾക്ക് തരും. നെയ്യാറ്റിൻകരന്ന് ജസ്റ്റിസ് എന്ന് പറയുന്ന സഹോദരനെ വിളിച്ചു പറഞ്ഞ അർജന്റ് എന്ന് പറഞ്ഞാണ് ഈ വിഷയം ഇവിടെ വന്നിരിക്കുന്നത്. സഹോദരങ്ങൾ കള്ളക്കേസ് കൊടുത്തിരിക്കുന്നു. വിധി അനുകൂലമാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അനേകം സഹോദരങ്ങൾ തമ്മിൽ വഴക്കിലായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക സമാധാനം ആ കുടുംബങ്ങളിൽ ഇറങ്ങേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ സഹോദരന് വിരോധമായി എന്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽ നമുക്ക് അതിനെ ഉപേക്ഷിക്കാം. നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാം, അവരുടെ കൂടെ നിൽക്കാം, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഫൈനൽ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്.
എക്സാമിന്റെ ഒരുക്കപ്പെടുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ സാന്നിധ്യം അവരുടെ കൂടെ ഇരിക്കണം. നല്ലതുവണ്ണം എക്സാം എഴുതുവാൻ ഉന്നത മാർക്കോടുകൂടി അവർ പാസ്സാകുവാൻ അങ്ങ് സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവ് എക്സാമിന് വേണ്ടി കർത്താവെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്ന ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം കൂടിയിരുന്നാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ജസ്റ്റിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദൈവിക സമാധാനം ഇറങ്ങട്ടെ കർത്താവെ. സഹോദരങ്ങൾ തമ്മിൽ കർത്താവെ ഒന്നിച്ച് സ്നേഹത്തോടെ വസിപ്പാൻ കർത്താവെ ഹാലിൽ അങ്ങയുടെ കൃപ ഇറങ്ങണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. തമ്മിലുള്ള വഴക്ക് മാറട്ടെ, പിണക്കം മാറട്ടെ. ദൈവ സ്നേഹത്തോടുകൂടെ കർത്താവ് തുടരുവാൻ തക്കണം അങ്ങയുടെ കൃപ പകരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ. സിനു, അടുത്ത ആഴ്ച നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ തുടങ്ങും. 19, 20, 21 ദിവസങ്ങളില്, പ്രത്യേകിച്ച് 21ാമത്തെ ദിവസം നമ്മള് ഈ ആരാധന തുടങ്ങിയിട്ട് 200ാമത്തെ ദിവസമാണ്. 200ാമത്തെ ദിവസം നമ്മുടെ കൂടെ കേരളത്തിലെ അനേകം വലിയ ദേവദാസന്മാര്, അനേകം വർഷിപ്പ് ടീം എല്ലാം ഇന്നേ വരെ നമ്മുടെ കൂടെ ഇരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യവും കർത്താവ് അനേകം കുടുംബങ്ങളെ വിടുവിച്ചത് നമ്മൾ കാണാനിടയായി. ഈ 200ാമത്തെ എപ്പിസോഡില് ഈ 3 ദിവസം സ്പെഷ്യലായിട്ട് നമ്മൾ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കേരളം, ഇന്ത്യ, ലോക രാജ്യങ്ങളില് നമ്മുടെ കൂടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അതിനുവേണ്ടി വിശിഷ്ടാൽ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ആ 200ാമത്തെ ആ ഫാസ്റ്റിംഗ് പ്രയർ ദിവസങ്ങളിൽ താങ്കൾക്ക് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്മുടെ ആരാധന കഴിഞ്ഞ് 7 മണിക്ക് ശേഷം താങ്കൾ ഇങ്ങോട്ട് വിളിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ, നിങ്ങളുടെ കൈത്താങ്ങൽ, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ ഇത് മുമ്പോട്ട് പോകുകയില്ല. നമ്മൾ ഒരുമിച്ചാണ് ഈ കേരളത്തിൽ ഈ പ്രാർത്ഥന നമ്മൾ എല്ലാ ദിവസവും രാവിലെ തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ സിനു, ഈ 14ാം തീയതി ഈ വരുന്ന ശനിയാഴ്ച പ്രേയിങ് കേരള ടീം ട്രിവാൻഡ്രത്ത് ഹാർവസ്റ്റ് ടെലിവിഷന്റെ ഓഫീസിലുണ്ട്. താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ ദേശത്തിന് വേണ്ടി വിശിഷ്യാൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് അവിടെ കൂടുന്നത്. താങ്കൾ ദയവായി കടന്നു വരണം. നിങ്ങളുടെ കൂടെ നമ്മൾ ഒരുമിച്ചിരുന്ന് നമ്മൾ ആ ദേശത്തിന് വേണ്ടി, താങ്കളുടെ വ്യക്തിപരമായ വിഷയത്തിന് വേണ്ടി നമ്മൾ അവിടെ പ്രാർത്ഥിക്കാൻ സമയമെടുക്കുന്നതായിരിക്കും. പ്രിയമുള്ളവരെ, മറന്നു പോകരുത്. ഈ മാസം 19, 20, 21 ഇതുവരെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടില്ല, ഇപ്പോൾ തന്നെ ആ കലണ്ടറെ മാർക്ക് ചെയ്താട്ടെ. 19, 20, 21 നമ്മുടെ ഉപവാസ പ്രാർത്ഥന. അതുകൊണ്ട് 21ാമത്തെ ദിവസം നമ്മുടെ 200ാമത്തെ എപ്പിസോഡ്. അത് മറന്നുപോയി നമ്മുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുക. അവരുടെ അതിനുവേണ്ടി പ്രത്യേകം ഒരുങ്ങാൻ പ്രാർത്ഥിക്കുക. ദേവദാസൻ പറഞ്ഞതുപോലെ അതിനുവേണ്ടി നമ്മൾ വേണ്ട രീതിയിൽ നമുക്ക് സഹായിക്കാൻ കഴിയുന്ന പോലെ അതിന് സഹായിക്കാൻ മറക്കരുത്. ഈ ശനിയാഴ്ച ഹാർവസ്റ്റ് ടിവിയുടെ ഓഫീസിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ 5 മണി വരെ ഞങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കൂട്ടുകാരെ, സ്നേഹിതരെ വിളിച്ചുകൊണ്ട് വരിക. നമുക്ക് ഒന്നിച്ച് അവിടെ ആയിരിക്കാം. നമുക്ക് ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാം, തമ്മിൽ പ്രാർത്ഥിക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലും ആയിരിക്കേണ്ടതിനായി നമുക്ക് ഒന്നിച്ച് ഇപ്പോഴേ ഒരുങ്ങാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കുഞ്ഞുമോള് തിരുവാർപ്പെന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്ന അർജന്റ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ഒരു പ്രാർത്ഥന വിഷയമാണ്. തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, പക്ഷെ കണ്ണിന് ഭയങ്കരമായ വേദനയാണ്, കണ്ണിൽ നിന്നും വെള്ളം വരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഈ പ്രഭാതത്തിൽ ഈ കുഞ്ഞുമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സൗഖ്യം ഇപ്പോൾ തന്നെ ആ മാതാവിന്, അതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഓരോ ജീവിതങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക സൗഖ്യം പൂർണ്ണമായും അവർ അനുഭവിക്കട്ടെ. ദൈവിക ആരോഗ്യത്തിൽ അവർ നിറയപ്പെടാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുമോക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക സൗഖ്യം ഇപ്പോൾ തന്നെ അവരുടെ മേൽ ഇറങ്ങട്ടെ കർത്താവേ. ദൈവിക സാന്നിധ്യം അവരുടെ മേൽ ഇറങ്ങട്ടെ കർത്താവേ. പൂർണ്ണമായി വിടുതൽ, ആരോഗ്യ ബലവും അവരുടെ മേൽ നീ പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആ കർത്താവ് സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കണ്ണിന്റെ കാഴ്ച അത് പൂർണ്ണമായും കർത്താവേ വരട്ടെ. പൂർണ്ണ സൗഖ്യം അവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്കൾ ഈ ശുശ്രൂഷയിൽ ഇല്ലായ്മയിൽ നിന്ന് കഴിയുന്ന ചെറിയൊരു തുകയാണെങ്കിലും അയച്ചത് നീ ശുശ്രൂഷയുടെ പങ്കാളിയാകുമ്പോൾ കേൾക്കണമേ. വളരെ നാളുകൾ ജോലിയില്ലാതെ വിഷമിച്ചിരുന്ന ഒരു ജീവിതം പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞിരിക്കുന്ന അമ്മ പറഞ്ഞിരിക്കുന്നത്, മകൾക്ക് ജോലി ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഗൾഫിൽ ജോലി ലഭിച്ചു. ഇന്ന് അപ്പോയിന്റ്മെന്റ് ഓർഡർ കയ്യിൽ കിട്ടും. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. എത്രയോ ജീവിതങ്ങളുടെ കണ്ണുനീർ യേശു തുടയ്ക്കുന്നത് കാണുവാൻ കഴിഞ്ഞു. ഞങ്ങൾ 200ാമത്തെ ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ, സന്തോഷത്തോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്താ സന്തോഷം! അനേകം തകർന്ന കുടുംബങ്ങൾ യേശുവിനാൽ സൗഖ്യമായത് കാണാനിടയായി. ആയിരക്കണക്കിന് ജീവിതങ്ങൾ ആത്മഹത്യയിൽ നിന്നും വിമോചനം അനുഭവിക്കുന്നത് കാണുവാൻ, കേൾക്കുവാൻ കഴിയുന്നു. ദേശങ്ങൾ സന്തോഷിക്കുന്നു. ധാരാളം കർത്തൃദാസന്മാർ വിളിച്ചു പറയുന്നു,
പ്രാർത്ഥന കേരളത്തിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ പ്രാദേശിക സ്ഥലത്ത് സഭയായി ഒന്നിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. യാത്ര ചെയ്യേണ്ട, വീട്ടിൽ തന്നെ ഇരുന്ന് ദൈവദാസന്മാരെ വിളിച്ച് ക്ഷണിച്ചു കൊണ്ടുവരേണ്ട ബന്ധപ്പാട് വേണ്ട, എല്ലാം കർത്താവ് ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവം നമുക്കായി മുൻപിൽ കരുതിയിട്ടുണ്ട്. ശ്രേഷ്ഠതയുടെ നാളുകളായത് ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്. ഉള്ളതുപോലെ ഇന്ന് വരെ സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത നിലയിലുള്ള ഒരു വർദ്ധിച്ചളവിലെ തന്റെ മഹത്വം ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുന്ന നാളുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദീസ് ആർ ദ ഡേയ്സ് ഓഫ് God's glory like never before in the history. മുമ്പ് ഒരിക്കലും പകർന്നിട്ടില്ലാത്ത ഒരു മഹത്വത്തിന്റെ വലിയൊരളവിന്റെ കാലങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. Which means you and I are glory generation. മഹത്വത്തിന്റെ തലമുറയാ നമ്മൾ ഓരോരുത്തരും. 2 കരങ്ങളും ഉയർത്തി ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന, ദൂതന്മാരുടെ ആരാധന, ഇത് രണ്ടും ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയരുമ്പോൾ മറുപടികൾ, വിടുതലുകൾ സംഭവിക്കുന്നു. നമുക്കൊന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കണം. 7 മണിക്ക് ശേഷം വിളിക്കുമ്പോൾ കുറെ കൂടെ സമയം നിങ്ങൾക്ക് എടുത്ത് സംസാരിക്കുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥന കേരളത്തിലെ അഭിഷിക്തരായ ദൈവമക്കൾ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, താങ്കളുടെ വിഷമതകൾ കേൾക്കുവാൻ ദൈവസന്നിധി സമർപ്പിക്കപ്പെട്ടവരായിട്ടുണ്ട്. ഞങ്ങളോട് പറയുന്ന വിവരങ്ങൾ അത് ഇവിടെ നിന്ന് വേറെ എങ്ങും പോകില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഉറപ്പായി പറഞ്ഞു തരട്ടെ. ഈ യേശു അത്ഭുതങ്ങളുടെ കർത്താവാണ്. ആ ശരീരത്തിൽ രോഗം ഉള്ള പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് തളർന്നു കിടക്കുന്നവർ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന താങ്കളോ താങ്കളുടെ ഭാഗികമായോ പൂർണ്ണമായിട്ടോ ശാരീരിക അവയവങ്ങൾ തളർന്നിരിക്കുന്നെങ്കിൽ ഈ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോകുക. കുടുംബാംഗങ്ങൾ ആരെങ്കിലും തളർച്ചയിലൂടെ പോകുന്നെങ്കിൽ, നാഡീഞരമ്പുകളുടെ പ്രവർത്തനങ്ങൾ, ഡയബറ്റിക്സ് കൂടി, ഷുഗറിന്റെ അളവ് കൂടി, പല അവയവങ്ങൾ കാർന്നു തിന്നപ്പെടുന്ന അനുഭവങ്ങൾ, ക്യാൻസറും അതിന്റെ അനുബന്ധമായ ചികിത്സകൾ നിമിത്തം ശാരീരിക അവയവങ്ങൾ മരവിച്ചു പോയത്, പ്രവർത്തനം ഇല്ലാതായി പോയത്, ഏത് കാരണം കൊണ്ടും ശരീരത്തിന്റെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ നിലച്ചു പോയത്, ഈ പകൽ യേശുവിന്റെ ജീവൻ കർത്താവോട് പകരുവാൻ ഇഷ്ടപ്പെടും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരവിച്ചു പോയ ജീവിതാനുഭവങ്ങൾ, every frozen limbs be lively by the life of Jesus from now in Jesus name. യേശുവിന്റെ നാമത്തിൽ മരവിച്ചു പോയ, തളർന്നു പോയ ശാരീരിക അവയവങ്ങൾ ഇപ്പോൾ യേശുവിന്റെ ജീവൻ അവരിലേക്ക് വ്യാപിക്കട്ടെ. അവർ സൗഖ്യമാകട്ടെ. തുള്ളിയും ചാടിയും നടന്നും കൊണ്ട് അവർ ഓരോരുത്തരും അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ അവിടുന്ന് ഇടയാക്കും. യേശുവിൻ നാമത്തിൽ അവർ അത് സംഭവിക്കട്ടെ. ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന ഓരോ വിഷയത്തിന് മേല് അങ്ങയുടെ വിടുതലിന്റെ കാര്യം ഇപ്പോൾ തന്നെ അവിടുന്ന് വഹിക്കും. യേശുവിൻ നാമത്തിൽ ഓരോ ജീവിതത്തെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. ഐശ്വര്യ ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. 9 വയസ്സുള്ള മകന് കൈക്ക് വേദനയാണ്, ഇന്ന് എക്സാം ഉണ്ട്. ആ പ്രിയ മകനെ യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സൗഖ്യമാക്കുന്ന യേശുവിന്റെ കരം നിന്റെ മകന്റെ മേലൊന്ന് വെച്ചാട്ട് ആ കൈക്ക് വേദന യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവേ, ഒരു പൂർണ്ണ സൗഖ്യം അങ്ങ് അയച്ചാട്ട്. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. സിന്ധു കുമരകത്തുനിന്ന് വിളിച്ചിരിക്കുന്നു. ബ്രസ്റ്റിന് സ്കാനിംഗ് ഉണ്ട്, പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ നിന്റെ മകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ സ്കാനിംഗ് റിപ്പോർട്ട് കിട്ടുമ്പോൾ തന്നെ മകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണം. ആ പൂർണ്ണ ബലത്തോടെ നിന്റെ മകൾ ആയിരിക്കാൻ ഇടയാകട്ടെ. ഒരു ബാധയും എടുക്കാതെ നിന്റെ മകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു ആന്റി വിളിച്ചിരിക്കുന്നു. മകൾ ദുബായിലാണ്, ഇന്റർവ്യൂ കഴിഞ്ഞു, ജോലി ലഭിക്കണം. പ്രിയ മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ ഇന്റർവ്യൂ കഴിഞ്ഞ് ജോലി അവൾക്ക് ലഭിക്കട്ടെ. അതിന്റെ എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവേ, നീ അവളെ അനുഗ്രഹിച്ചാട്ട്. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കുമാരി കഴക്കൂട്ടം വിളിച്ചിരിക്കുന്നു. എന്നും രാത്രി 2:30 മണിയാകുമ്പോൾ വീട്ടിൽ പാമ്പ് കയറുന്നു, കൈകാലിന് മരവിപ്പുണ്ട്,
യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശത്രുവിന്റെ സകല കർത്താവെ തന്ത്രങ്ങളെയും ജയിക്കുവാൻ തക്കവണ്ണം ദൈവശക്തി ആ കുടുംബത്തിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക മഹത്വത്തോടെ ഇറങ്ങട്ടെ കർത്താവെ. എല്ലാ തന്ത്രങ്ങളും അഴിഞ്ഞു പോകട്ടെ. തന്റെ മകളുടെ കൈകാലുകളുടെ മരവിപ്പ് പൂർണ്ണമായി മാറട്ടെ. ദൈവിക സ്വസ്ഥതയും അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ എന്റെ മകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. പ്രിയപിതാവേ, ആമേൻ. തോമസ് മാവേലിക്കരയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. വിസ കിട്ടുവാൻ പ്രാർത്ഥിക്കണം. കർത്താവെ, പ്രിയ മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വിഷയം ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ വിസ എത്രയും വേഗം ലഭിക്കട്ടെ. കർത്താവെ, അതിനെല്ലാ തടസ്സങ്ങളും മാറട്ടെ. ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മകനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. വത്സല കോഴഞ്ചേരിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾ 1.5 വർഷം, കുട്ടികളില്ല. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിൽ കർത്താവെ, നീ ഒരു തലമുറയെ കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും നീങ്ങി പോകട്ടെ. ദൈവകൃപയിൽ അവർ വർദ്ധിച്ചു വരുവാനിടയാകട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയപിതാവേ, താങ്കൾക്കുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ ഏത് ഭാഷയിൽ വേണമെങ്കിലും അറിയിക്കാം. നമുക്ക് ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, പറഞ്ഞോളൂ. ഹലോ, ഞാൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഫോൺ ചെയ്യാണ് വിളിക്കുന്നേ. ഞങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞോളൂ. എന്റെ ഹസ്ബൻഡ് ഫാദറിന് വേണ്ടിയിട്ടാണ്. നാക്കിന്റെ അടിയിലെ ക്യാൻസർ ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. 28 ഓപ്പറേഷൻ കഴിഞ്ഞു. അതിന്റെ ബാക്കി ഭാഗം എന്റെ താഴെ നിന്ന് എടുത്ത് ടെസ്റ്റിന് വേണ്ടി അയച്ചിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച പോയപ്പോ വേറെ ഒരു കുഴപ്പവും ഇല്ല, റേഡിയേഷന്റെ ആവശ്യവും ഇല്ല എന്ന് അറിയാൻ സാധിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ച ദൈവമൊക്കെ നന്ദി പറയുന്നു. താങ്ക് യു സിസ്റ്റർ സുമംഗലി. അതിൻ്റെ ഹസ്ബൻഡിൻ്റെ പിതാവിൻ്റെ വായിൽ ക്യാൻസർ വന്നപ്പോൾ അവർ ഓപ്പറേറ്റ് ചെയ്തു. പിന്നെയും ബാക്കി ഭാഗങ്ങൾ ശേഷിച്ചു. പ്രാർത്ഥന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അതേ തുടർന്ന് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ അല്ലെങ്കിൽ പരിശോധനകൾ നടത്തിയപ്പോൾ ആ രോഗം അവിടെ ഇല്ല എന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയൊരു കാര്യമാണ്. ഇപ്പോൾ മിസ് സുമംഗലി നമ്മോട് പറയും എന്തുമാത്രം ആളുകളുടെ സൗഖ്യങ്ങൾ ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് കൊണ്ടാണ് കൂടുതൽ വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരുവാനായിട്ട് കഴിയാതെ പോകുന്നത് ഞാൻ ഓർക്കുന്നു. ഇനിയും ചിന്തിക്കുന്നു മുമ്പിലുള്ളത് ഏതെങ്കിലും ഒരു ദിവസം ഒരു വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും യേശു താങ്കൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ആ സുമംഗലിയുടെ പിതാവിൻ്റെ ഹസ്ബൻഡിൻ്റെ പിതാവിന് വേണ്ടി യേശു പ്രവർത്തിച്ചെങ്കിൽ ക്യാൻസറിനാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ, താങ്കളോ താങ്കളുടെ പ്രിയപ്പെട്ടവർക്കോ ആ രോഗമുണ്ടെങ്കിൽ, അല്ല താങ്കളുടെ അറിവിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയും ആർക്കും ഈ രോഗം വേണ്ട. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പത്രത്തിലെ മനോരമയുടെ ഫ്രണ്ട് പേജിൽ തന്നെ വന്നിരിക്കുന്ന നല്ല നല്ല വാർത്തകൾ. തിരുവനന്തപുരത്തും തലശ്ശേരിയിലും സ്റ്റേറ്റ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് സംവിധാനങ്ങൾ വരട്ടെ. പക്ഷേ ഈ ട്രീറ്റ്മെന്റ് സംവിധാനങ്ങൾ 5, 10, 15 വർഷങ്ങൾ കഴിയുമ്പോൾ ആ ജീവിതം പിന്നെയും മരണത്തിന്റെ മുമ്പിൽ കീഴടങ്ങുക ചെയ്യുന്നത്. ചികിത്സകൾ നടക്കട്ടെ, എന്നാൽ അതിനേക്കാളും വരെ സൗഖ്യമാക്കുന്ന യേശു. അനുഭവത്തോടെ പറയട്ടെ, യേശു സൗഖ്യമാക്കിയാൽ തികഞ്ഞ സൗഖ്യമാണ്. എൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞ വർഷങ്ങളുടെ ശുശ്രൂഷകളിൽ ക്യാൻസറിൽ നിന്ന് സൗഖ്യമായ 15, 16 വർഷങ്ങൾ 1000 പേർക്കോ 2000 പേർക്കോ ആഹാരം ഉണ്ടാക്കുവാൻ സൗഖ്യം ലഭിച്ചതിന് ശേഷം ആരോഗ്യത്തോടെ ഇന്നും ആയിരിക്കുന്നു സഹോദരി സഹോദരന്മാരെ കർത്താവ് കരങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തിട്ട് യേശു തരുന്ന സൗഖ്യം തികഞ്ഞ സൗഖ്യമായിരിക്കും. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവർ കഴിയുന്നവരാണെങ്കിൽ ഓടി വന്നിട്ട് ആ സ്ക്രീനിലേക്ക് തൊട്ടാട്ട് നമുക്ക് ഒരു മനസ്സോടെ ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്കൊന്നു മാത്രം അറിയാം, പ്രേയിങ് കേരള എന്ന ഈ ശുശ്രൂഷയിൽ ഈ ദർശനത്തിൽ പരിശുദ്ധാത്മാവ് പോരുന്നിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യ നിമിത്തം ആ രോഗമൊടുന്ന് മാറും യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ ആ രോഗങ്ങൾ അവിടുന്ന് മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ ആ ക്യാൻസറിന്റെ അനുഭവങ്ങൾ അവരുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി ഇപ്പോൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ വചനം ഞങ്ങൾ അവരുടെ മേൽ കൽപ്പിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന വചനവും മാത്രമല്ല, യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവ ജാതിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, ഈ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഏറ്റ മുറിവുകൾ നിമിത്തം
കർത്താവ് യെശയ്യാ 53:4-5 ഞങ്ങൾ വായിക്കുന്നു, ബൈ യുവർ സ്ട്രൈപ്സ് വി ആർ ഹീൽഡ്. അങ്ങയുടെ മുറിവുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ വചനങ്ങളെ ഞങ്ങൾ ഈ രോഗികളുടെ മേൽ ഇപ്പോൾ അയക്കുന്നു. അവർ സൗഖ്യമാകട്ടെ, ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. യേശുവേ, അമ്മയുടെ കണ്ണുനീരവിടുന്ന് തുടയ്ക്കും. യേശുവേ, ആ അപ്പച്ചന്റെ കണ്ണുനീരവിടുന്ന് തുടയ്ക്കും. യേശുവേ, ആ യുവാവിന്റെ കണ്ണുനീരിനെ അവിടുന്ന് തുടയ്ക്കും. യേശുവേ, ആ യുവതിയുടെ കണ്ണുനീരിനെ അവിടുന്ന് തുടയ്ക്കും. ആ കുടുംബിനിയുടെ കണ്ണുനീരിനെ അവിടുന്ന് തുടയ്ക്കും. ആ കുടുംബനാഥന്റെ കണ്ണുനീരിനെ അവിടുന്ന് തുടയ്ക്കും. മക്കൾക്ക് വന്ന വിപത്തോർത്ത് വിലപിക്കുന്ന ആ മാതാപിതാക്കളുടെ കണ്ണുനീരുകളെ അവിടുന്ന് തുടയ്ക്കും. മാതാപിതാക്കളെ ഓർത്ത് വിലപിക്കുന്ന ആ മക്കളെ അവിടുന്ന് കണ്ണുനീർ തുടയ്ക്കണമേ. അവിടുന്ന് അവരെ മാർവോട് ചേർത്ത് അണയ്ക്കണമേ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അനർത്ഥങ്ങളിൽ മക്കൾ നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവേ. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നവരുണ്ട്. പ്രൈം കേരളയിൽ ഞങ്ങൾ ഒന്നിച്ച്, ലോകരാജ്യങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 അവിടുന്ന് അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കും. യേശുവിനുള്ള ബലം അവർക്ക് നൽകിയാട്ട് മരണനിഴലിൽ താഴ്വരയില്ല, അതിന് ജയത്തോടെ അത് ബലത്തോടെ അനുഭവിക്കുവാൻ, നേരിടുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ, യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. മകൻ അമേരിക്കയിൽ PhD പ്രസന്റേഷൻ ഇന്നുണ്ട്. അത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മകനെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവെ നിന്റെ കരങ്ങളിലേക്ക് ആ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവെ, നിന്റെ ദൈവിക കൃപയാൽ ആ മകനെ നിറയ്ക്കുമാരണമേ. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുവാൻ കർത്താവെ, അതിനുമേൽ പൂർണ്ണ വിജയം കൈവരിക്കാൻ ആ മകനെ സഹായിക്കുമാരണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ അമേൻ. സൂസമ്മ തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരിക്കുന്ന കുടുംബത്തിലെ പലവിധ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം മാറണം. കർത്താവെ, ആ പ്രിയ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ സമാധാന പ്രഭുവായ യേശുവേ, നീ ആ കുടുംബത്തിലേക്ക് ഇറങ്ങട്ടെ. കർത്താവെ, ആ കുടുംബത്തിലെ സകല വിഷയങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ആ കുടുംബം യേശുവിന്റെ സന്തോഷത്താലും യേശുവിന്റെ സമാധാനത്താലും നിറയട്ടെ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇരവിപ്പേരിൽ നിന്ന് സ്ഥാനം വിളിച്ചിരിക്കുന്നു. ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്നു. മകൾ BSc നഴ്സിംഗിന് പഠിക്കുന്നു. അനുഗ്രഹിക്കപ്പെടേണ്ട പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഈ കുടുംബത്തിലുള്ള ഓരോ ജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവെ, ആ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് കടന്നു പോകുന്ന ജീവിതത്തിനെ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ ദൈവിക സൗഖ്യം കർത്താവ് ജീവിതത്തിന് ഉണ്ടാവട്ടെ. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ വേദനകളെല്ലാം മാറേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിജയകരമായ പഠനങ്ങൾ പൂർത്തീകരിക്കുവാൻ ആ മകൾക്ക് ശുഭഭാവി ഉണ്ടാവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. തകച്ചൻ മണകാട് നിന്ന് വിളിച്ചിരിക്കുന്നു. ഭാര്യ ശാന്തമ്മയ്ക്ക് നടുവേദനയായി കാരിത്താസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. പ്രിയ മാതാവിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന യേശുവിന്റെ കരം ആ മാതാവിന്റെ മേൽ വെച്ചാട്ട് കർത്താവെ, ആ നടുവേദനയിൽ പൂർണ്ണ സൗഖ്യം അങ്ങ് കൊടുത്താട്ട്, ദൈവിക ബലത്താൽ നിറച്ചാട്ട്, ദൈവിക ആരോഗ്യത്താൽ നിറച്ചാട്ട്. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കൊച്ചിയിൽ നിന്ന് സംഗീത വിളിച്ചിരിക്കുന്നു. മകൻ ഡൊമിനിക്ക് 5.5 വയസ്സ്, എപ്പിലിപ്സി ഉണ്ട്, വയലന്റ് ആകും, പൂർണ്ണ വിടുതൽ ലഭിക്കണം. അതുപോലെ ഹസ്ബൻഡ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഈ ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ കരം നീട്ടി ഈ ജീവിതങ്ങൾക്ക് വേണ്ട വിടുതൽ നൽകുമാരണമേ. യേശു അത്ഭുതം ചെയ്തു എന്നുള്ള വാർത്ത ഞങ്ങൾ കേൾക്കുവാൻ, കർത്താവെ, നിന്റെ അത്ഭുത ഭവനത്തിലുള്ള ഓരോ ജീവിതത്തിനു വേണ്ടി നീ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണ വിടുതൽ കർത്താവ് ജീവിതങ്ങൾക്ക് ഉണ്ടാവട്ടെ. കർത്താവരുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് വിടുവിച്ചാട്ട് കർത്താവെ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ശിവൻ ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ഭാര്യയുമായി ഒരുമിച്ച് ജീവിക്കണം, പ്രാർത്ഥിക്കണം. കർത്താവെ, പ്രിയ മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ കുടുംബത്തിലെ വിഷയങ്ങൾ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ, എല്ലാ പ്രതിസന്ധികളും മാറട്ടെ. കർത്താവെ, അവർ തമ്മിലുള്ള കർത്താവെ എല്ലാ പിണക്കങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കുടുംബത്തിൽ യേശുവിന്റെ സമാധാനത്താൽ നിറച്ചാട്ടെ, യേശുവിന്റെ സന്തോഷ കുടുംബത്തിലേക്ക് കടന്നു വരട്ടെ. കർത്താവെ, എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ, എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ 4ാമത്തെ പേജിലെ 1ാമത്തെ കോളത്തില് പത്തനംതിട്ട സ്റ്റുഡന്റ് എൻഡ്സ് ലൈഫ്, അബിയ തോമസ് 19 ഓഫ് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ഉള്ള BSc നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി 10ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു എന്ന ഒരു വാർത്തയുണ്ട്. Disappointing result in supplementary examination was reportedly the cause for the girl taking the extreme step. പ്രിയമുള്ളവരെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ, ഒരു പ്രാവശ്യം പരാജയപ്പെട്ടാലോ 10 പ്രാവശ്യം പരാജയപ്പെട്ടാലോ നമുക്ക് തിരികെ വരാൻ കഴിയും, നമുക്ക് ജയിക്കാൻ കഴിയും. തീർച്ചയായിട്ടും നമുക്ക് ജയിക്കാൻ കഴിയും. ജയിക്കാൻ കഴിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല.
ജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, ജയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു യേശുവുണ്ട്. ഒന്നും ഓർക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. യേശു പരാജയങ്ങളുടെ ഒരു കാലം, വിജയത്തിന്റെ അടുത്ത കാലം. 2 ദിവസം നാണം കെടേണ്ടി വന്നാലും കുഴപ്പമില്ല. ആ പറഞ്ഞ സമയത്ത് പണം കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ നേരത്തെ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരുമായി ചേർന്ന് ആ വിവരം അറിയിക്കുക, സമയം നീട്ടിയെടുക്കുക. അല്പം വിഷത്തിന്റെ മുമ്പിലോ ഒരു ട്രെയിനിന്റെ മുമ്പിലോ തീർക്കാനുള്ള ഒരു ജീവിതമല്ല താങ്കളുടെ ജീവിതം. താങ്കൾ മരിക്കുമ്പോഴല്ല വിജയിയാകുന്നത്, താങ്കൾ ജീവിച്ചിരിക്കുമ്പോഴാണ് താങ്കൾക്ക് വിജയിയാകാൻ കഴിയത്തുള്ളൂ. Beloved, I just want to tell you, sobbing my heart for these beloved ones who commits their life, who commit suicide. ഈ ആത്മഹത്യ ചെയ്യുന്നവരെ ഓർത്ത് വിലപിക്കുന്ന ഹൃദയവുമായി പ്രാർത്ഥന കേരളത്തിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഈ പകൽ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തട്ടെ, കാല് പിടിച്ച് പറയാം, ആത്മഹത്യ അല്ല പ്രശ്ന പരിഹാരം, യേശുവാണ്. യേശുവിൽ നമുക്ക് ഭാരം, നമുക്ക് ഭാവിയുണ്ട്, യേശുവിൽ നമുക്ക് ഉയർച്ചയുണ്ട്. ആത്മഹത്യ പ്രശ്നങ്ങളെ വഷളാക്കുന്നേ ഉള്ളൂ, ഒരിക്കലും പ്രശ്നങ്ങൾ മാറുന്നില്ല. ആ കുടുംബം ഇനി പിന്നെ എത്രയോ കൊല്ലങ്ങൾ, നൂറ്റാണ്ടുകൾ ജീവിച്ചിരുന്നാലും ആ നാണക്കേടുകൾ അവിടെ വച്ചിട്ട് പോവുകയാണ്. അതിനുവേണ്ടി അല്ല താങ്കൾ ജനിച്ചിരിക്കുന്നത്. 2 കരവും ഉയർത്തി നമുക്കൊന്നിച്ച് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. ശ്രീലങ്കയിൽ നിന്ന് അവസാന ജയിലിലായിരുന്ന അവസാന വ്യക്തിയെയും മോചിപ്പിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്ന് ഒരു വർത്തമാനം ഇന്നത്തെ പത്രത്തിൽ ഞാൻ കാണുവാനിടയായി. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കണം. എല്ലായിടത്തും വ്യക്തത ഉണ്ടാകേണ്ടതിന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ ഉയർത്തി യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിക്കുന്നു. ആത്മഹത്യയുടെ ആ ദുഷ്ടശക്തി ഈ രാജ്യത്ത് നിന്ന്, ജീവിതങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. സ്വസ്ഥതയുള്ള ജീവിതം ഈ രാജ്യത്ത് എല്ലാവർക്കും ഉണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. We bless India in Jesus mighty name. കർത്താവിന്റെ സമാധാനം ഈ രാജ്യത്ത് നിറയട്ടെ. ഭരണ സംവിധാനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഓരോ സംസ്ഥാന മന്ത്രിസഭകളും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള ക്ലേശങ്ങൾ അവിടുന്ന് അറിയുന്നു. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ സമാധാനം ആ മേഖലകളിലേക്ക് ഇറങ്ങട്ടെ. കമ്മ്യൂണൽ പ്രോബ്ലംസ് മാറട്ടെ. യേശുവിന്റെ സമാധാനം അവിടെ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ. കൊച്ചിയിൽ നിന്നും സാലി വിളിച്ചിരിക്കുന്നു. അമ്മയ്ക്കും മകൾക്കും പനിയാണ്. ചേച്ചിയുടെ മകന്റെ വിവാഹം നടക്കണം. സാലി കുടുംബമായ വിശ്വാസത്തിൽ വരണം. പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവേ, ഈ വിഷയങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പനിയാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളിൽ മേൽ നിന്റെ ദൈവിക വിടുതൽ ഉണ്ടാവേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ദൈവിക സൗഖ്യം അവിടെ ഉണ്ടാവട്ടെ. കർത്താവെ, ആ വിവാഹം നടക്കേണ്ട മകനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ വർഷം തന്നെ ആ മകന് നല്ലൊരു കർത്താവെ വിവാഹ ജീവിതം ഉണ്ടാവേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ അനുകൂലമായ കർത്താവെ അവർക്ക് വേണ്ടതിനെ നീ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സാലിക്ക് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ യേശുവിനെ രുചിച്ചറിയുവാൻ കർത്താവെ അതിനുവേണ്ട വഴിവാതികളിൽ നീ തുറക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബിൻസി കോട്ടയത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. സഹോദരൻ ബിനോയ്ക്ക് കല്യാണം നടക്കണം, ലോൺ തിരികെ അടയ്ക്കുവാൻ സാധിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തന്റെ മകന്റെ വിവാഹം എത്രയും നന്നായി നടത്തുവാൻ തക്കവണ്ണം തക്ക തുണയെ നീ ഒരുക്കി കൊടുക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവപ്രവൃത്തിയോട് വെളിപ്പെട്ടിട്ട് കർത്താവെ, അവരുടെ ലോൺ എത്രയും വേഗം നടച്ച് അതിന് കർത്താവെ പരിഹാരം വരുത്തുവാൻ കഴിയുള്ള ദൈവത്തിന്റെ കരം ഇവിടുന്ന് തുറന്നാട്ട് അത്ഭുതം കണ്ട് ആനന്ദിപ്പാനിടയാക്കും. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. പായിപ്പാട് നിന്ന് ജിജോ വിളിച്ചിരിക്കുന്നു. എക്സാം കഴിഞ്ഞ റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജിജോയ്ക്ക് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു വിജയം മകന് നൽകുമാരണമേ. നല്ല പ്രതീക്ഷ നൽകുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബീന കൈനടിയിൽ വിളിച്ചിരിക്കുന്നു. മകൾ മിസ്സി നഴ്സിംഗ് പഠിക്കുന്നു. ഹോസ്റ്റലിലെ ഭക്ഷണം മോശമാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവെ അവരുടെ ആഹാരത്തെയും കുടിവെള്ളത്തെയും നീ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് കൊടുത്താട്ട് അത് കർത്താവെ ശ്രേഷ്ഠമായ നിലയിൽ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ തക്കവണ്ണം അവരുടെ കരങ്ങളെയും മനസ്സിനെയും തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. ആമേൻ. കാട്ടാക്കടയിൽ നിന്ന് ലീന വിളിച്ചിരിക്കുന്നു. മകൻ ബീനു മദ്യപാനം ഉണ്ട്. മരുമകൾക്ക് എല്ലിന് തേയ്മാനം, കൊളസ്ട്രോൾ ഭാരപ്പെടുന്നു. ഭർത്താവിന് ശ്വാസം മുട്ടൽ. മകളുടെ മകൾക്ക്
എക്സാം നല്ലതായിട്ട് പാസ്സാകട്ടെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിഷയങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബിനുവിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ജീവിതത്തിന്റെ ഒരു മാനസാന്തരത്തെ നൽകുമാരണമേ. മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണ വിമോചനം നൽകുമാരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരുവാൾക്കായി പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ബലം ഉണ്ടാവട്ടെ കർത്താവേ. എല്ലിന്റെ തേയ്മാനങ്ങൾ മാറട്ടെ. പൂർണ്ണമായ ദൈവിക സൗഖ്യം ഉണ്ടാവട്ടെ കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, എക്സാം എഴുതുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. നല്ല വിജയം നൽകിയ മക്കളെ നീ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവിനെ പ്രാർത്ഥിക്കുന്നു. ആ ശ്വാസം മുട്ടൽ മാറട്ടെ. യേശു സൗഖ്യമാക്കിയെന്ന് കർത്താവേ. സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ കർത്താവേ നീ അത്ഭുതത്തെ അവർക്ക് പ്രവർത്തിപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. സൂസൻ മാവേലിക്കരയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മനു സൗദിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ്, പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ എന്റെ മകനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എത്രയും പെട്ടെന്ന് കർത്താവേ അവന്റെ ആ ടെസ്റ്റ് പാസ്സായി അവൻ ആ ലൈസൻസ് ലഭിക്കാനിടയാകട്ടെ. എല്ലാ തടസ്സങ്ങളും യേശുവിൻ നാമത്തിൽ നീങ്ങി പോകട്ടെ. ധൈര്യം ഉറപ്പുള്ളവനായിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയപിതാവേ, പ്രിയമുള്ളവരെ, അനേകം വിടുതലിന്റെ സാക്ഷ്യങ്ങൾ നമ്മൾ ഈ ഓൾട്ടറിൽ അനേകം വരുന്നത്. അത് ഞങ്ങൾ മാത്രം പ്രാർത്ഥിക്കുന്നുണ്ടല്ല, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളും പ്രാർത്ഥിപ്പാനുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം അനേകർ ഈ പ്രാർത്ഥനയുടെ മുമ്പാകെ ഒരു പേനയും ബുക്കുമായിട്ടായിരിക്കുന്നു ഓരോ പ്രാർത്ഥന വിഷയം അവരുടെ പേരെഴുതി അവരുടെ വിഷയങ്ങൾ എഴുതി അതിനുവേണ്ടി തുറന്നും പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവർ, 7 മണിക്ക് ശേഷമുള്ള സമയം നിങ്ങൾ വിളിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ വരുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ അത് നിങ്ങളുടെ കരങ്ങളിൽ എത്തിച്ചു തരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തുടർന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥനയിൽ മുമ്പോട്ട് പോകുവാനും അവസാന വ്യക്തിയുടെ കണ്ണുനീർ വരെയും യേശു തുടയ്ക്കുന്നത് കാണുവാനും ദൈവം നമ്മൾ സൈഡിൽ പ്രാർത്ഥിക്കാം. ഒന്നിച്ച് കരങ്ങൾ നീട്ടി പ്രാർത്ഥിച്ചാട്ടെ. ഈ വിഷയങ്ങളിൽ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് ഓരോരുത്തരും വ്യക്തമായി ദൈവിക സൗഖ്യവും വിടുതലും ആശ്വാസവും കർത്താവ് നൽകേണ്ടതിനായി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വിഷയങ്ങളെല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. വിവിധ വിഷയങ്ങളിൽ നീറുന്നവരുണ്ട് കർത്താവേ. കേസിനാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. പഠന മേഖലയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് കർത്താവേ. കുടുംബത്തിൽ തകർച്ച കർത്താവ്, ഭർത്താവിന്റെ മക്കളുടെ മദ്യപാനം, അതിനാൽ കർത്താവേ ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട് കർത്താവേ. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളുണ്ട്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല വിഷയത്തിന്മേലും നിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദൈവിക അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ യേശു ജീവിക്കുന്ന ദൈവമെന്ന് വെളിപ്പെടുത്തുന്ന കർത്താവേ, അങ്ങയുടെ പ്രവൃത്തി കർത്താവേ ഈ ഓരോരുത്തരുടെ ജീവിതത്തിന്മേൽ വെളിപ്പെടുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജീവിതത്തിൽ ഉയർച്ച നന്മയും അവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിജയം അവർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹമായി തീരട്ടെ. മറ്റുള്ളവർക്ക് അവരുടെ അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പിതാവേ. 19, 20, 21 തീയതികളിൽ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കും. ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഐ എം റിയലി എക്സൈറ്റഡ് ഓഫ് വാട്ട് ഗോഡ് ഈസ് ഡൂയിങ് ഇൻ ദിസ് ജനറേഷൻ. ഈ തലമുറയിൽ കർത്താവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹാർവസ്റ്റ് ടെലിവിഷന് വേണ്ടി നമുക്ക് വിശിഷ്യ പ്രാർത്ഥിക്കാം. ആ കുടുംബം, മിസ്റ്റർ ബിബി ജോർജ്, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ടീം, ദൈവം അവർക്ക് കൊടുത്ത ദർശനം ടെലിവിഷനിലൂടെ സുവിശേഷം ലോകരാജ്യത്തിൽ എത്തിക്കുക. ആ ഒരു ദർശനത്തെ അവർ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അത് ഫലപ്രദമായി നടപ്പിൽ വരുത്തുവാൻ പരിശ്രമിച്ചപ്പോൾ ഇന്ന് ലോകത്തിന് 10,000 ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സംവിധാനത്തെ ദൈവം ഒരുക്കി. കഴിഞ്ഞ ദിവസം മിസ്റ്റർ അലക്സാണ്ടർ എന്നോട് പറഞ്ഞു, അദ്ദേഹം 70കളിലാണ് അദ്ദേഹത്തിന്റെ പ്രായം. ഒരു മകനും കുടുംബവും മലേഷ്യയിലാണ്, മകളും കുടുംബവും കുവൈറ്റിലാണ്, ഒരു മകൻ എറണാകുളത്താണ്. ഇവർ പിതാവും മാതാവും തിരുവനന്തപുരത്താണ്. അവര് പറഞ്ഞൊരു കാര്യം, ആയുസ്സിൽ ആദ്യമായി ഇത്രയും പേർക്ക് അവർക്ക് ഒന്നിച്ച് ഒരേ സമയത്ത് ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞു. ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെയാണ് ദൈവം അതിനൊരു വഴി ഒരുക്കി തന്നത്. എന്നെ ശ്രദ്ധിക്കൂ, ലോകരാജ്യങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ അത് അറിയിക്കണം. പ്ലീസ് ഇൻഫോം യുവർ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് about the fasting prayer which is going to go from 19th, 20th and 21st. And 21st ആ ദിവസം ശനിയാഴ്ച പ്രത്യേക വിശിഷ്യ സർവീസ് ആയിരിക്കും. 200 ദിവസങ്ങൾ പ്രേയിങ് കേരള ടെലിവിഷനിലൂടെ പൂർത്തീകരിക്കുന്ന ദിവസം കൂടെയാണ്. നമുക്ക് ഈ ദൗത്യത്തിൽ ഒന്നിച്ച് യാത്ര ചെയ്യാം. കർത്താവിന്റെ കൃപ നമുക്ക് ധാരാളമായിട്ട് അനുഭവിക്കാൻ ഇടയാകട്ടെ. ധാരാളം പ്രാർത്ഥന വിഷയങ്ങളുണ്ട് വന്നുകൊണ്ടിരിക്കും. സോണിയ BSc നഴ്സിംഗ് സെക്കൻഡ് ഇയർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എക്സാമിന്റെ സമയത്ത് വിളിച്ചു പറഞ്ഞു, നല്ല വിജയം കിട്ടി. പ്രേയിങ് കേരളയ്ക്ക് നന്ദി. വിവാഹം കഴിഞ്ഞ് 10 വർഷങ്ങളായി കുട്ടികളില്ല. അമ്മയ്ക്ക് സൗഖ്യമുണ്ടാകണം.
അമ്മയുടെ ഹസ്ബൻഡ്, അതായത് ഈ മകളുടെ പിതാവിന്റെ മരണം 3 മാസത്തിന് മുമ്പായിരുന്നു. ആ ഷോക്കിൽ നിന്ന് ഇതുവരെ മാതാവ് സൗഖ്യമായിട്ടില്ല. ബ്രദറിന് ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതിൽ വിജയിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വിവരം അറിയിച്ച ലിജിൻ പ്രകാശ് ട്രിവാൻഡ്രത്തു നിന്നാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല അവരെ കൊണ്ട് കഴിയുന്ന 1000 രൂപയുടെ ഒരു ഡൊണേഷനൂടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നൽകുവാനും അവർക്കിടയായി. ഗവൺമെന്റ് സർവീസിലാണ്, പക്ഷെ ഇപ്പോൾ സസ്പെൻഷനിലാണ് 5 മാസമായിട്ട്. ഓഡിറ്റിങ്ങും എൻക്വയറിയും മറ്റും പൂർത്തിയായി, പക്ഷെ തിരിച്ചെടുക്കുന്ന കാര്യം ഇതുവരെ അറിഞ്ഞിട്ടില്ല. സസ്പെൻഷനിലായിട്ട് ഇന്ന് 5 മാസമാകുന്നു. മിസ്റ്റർ സുകുമാരനാണ്. സുകുമാരൻ സാറെ തീർച്ചയായിട്ടും ഒരു ഉയർന്ന അനുഭവത്തിലേക്കായിരിക്കും കർത്താവ് ഈ വിഷയത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓരോ വിഷയത്തിന്റെ മേല്, ഓരോ കുടുംബത്തിന്റെ മേല് അവിടുത്തെ കരം നീട്ടും. നന്മ കൊണ്ട് കർത്താവ് അവരെ നിറയ്ക്കും. യേശുവിന്റെ നാമത്തിൽ ദൈവിക മറുപടികൾ അവിടെ ഉണ്ടാകട്ടെ. അവിടുന്ന് അവർക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, നാളെ പ്രഭാതത്തിൽ വീണ്ടും നമ്മൾ കാണുമ്പോൾ യേശുവിന്റെ വലിയ മഹത്വത്തോടെ നിൽക്കുവാൻ നമുക്കിടയാകട്ടെ. പ്രിയമുള്ളവർ, യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. യെസ്, in Jesus you have a bright future. You are born to be successful, and I tell you, this is what I hear from the Lord. You are born to succeed. താങ്കൾ ജനിച്ചിരിക്കുന്നത് ജയിക്കേണ്ടതിന് വേണ്ടി. Yes, you can be successful. താങ്കൾക്ക് ജയിക്കാൻ കഴിയും. താങ്കൾക്ക് ജയിക്കാൻ കഴിയും. ഈ പാട്ട് താങ്കൾക്ക് പാടാൻ കഴിയും. ഈ പാട്ട് താങ്കളുടെ അനുഭവമാണ്. 2 കരങ്ങളും ഉയർത്തി പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് bless them. We bless everyone in Jesus name. ഓരോരുത്തരെയും ഞങ്ങൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കും. ദൈവിക നന്മ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. നീ എത്ര We bless Harvest TV family in Jesus name. യേശു തൻ കരത്താൽ ഉയർത്തിയേ പർവ്വതങ്ങൾക്കു മീതെ, ഉയർത്തിയേ കൊടുങ്കാറ്റുകൾക്കു മീതെ. എന്റെ യേശുവേ നീ എത്ര നല്ലവൻ, എന്റെ യേശുവേ നീ എത്ര നല്ലവൻ, എന്റെ യേശുവേ നീ എത്ര നല്ല. ഇന്ന് മുഴുവൻ ഇത് പാടണം. എന്റെ യേശുവേ നീ എത്ര നല്ലവൻ, എന്റെ യേശുവേ നീ എത്ര നല്ലവൻ, എന്റെ യേശുവേ നീ എത്ര നല്ലവൻ, എന്റെ യേശുവേ